പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ആദ്യ റൗണ്ടിലെ രണ്ടാമത്തെ മത്സരം അടുത്ത ആഴ്ചയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഫേറ്റൽ ഫോർവേയിൽ ഏറ്റുമുട്ടുന്നത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ റെഗിൽ റോഡ്രിഗസ്, സ്റ്റെഫിനി വേക്കർ, ഐവി നൈൽ, തിരിച്ചു വരുന്ന ആസ്ക, ഇവർ 4 പേരും ഏറ്റുമുട്ടുന്ന ഒരു ഫേറ്റൽ ഫോർവേ മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ റൗണ്ടിലെ രണ്ടാമത്തെ മത്സരം അതും അടുത്ത റോ എപ്പിസോഡിൽ നടക്കുന്നുണ്ട്. ഷെയ്മസ്, ബ്രോൺസൺ റീഡ്, റൂസേവ് കൂടാതെ ഒരു മിസ്റ്ററി റെസ്ലറാണ്. അത് ആരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇനി അടുത്തൊരു വീഡിയോയിൽ പങ്കുവെക്കാവുന്നതാണ്. ഈ 2 മത്സരങ്ങളാണ് ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന സൗദി അറേബ്യയിൽ വെച്ച് നടക്കാൻ പോകുന്ന പ്രീമിയം ലൈവ് ഇവരിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺ സിന CM പങ്കിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ജോൺസിനയുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത്. സീന വന്നിട്ട് ആരാധകർക്കെതിരെ തന്നെയാണ് ഇന്നും സംസാരിക്കുന്നത്. ട്രൂത്തിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടേക്ക് CM പങ്ക് വരുന്നു. CM പങ്ക് വന്നിട്ട് പറയുന്നുണ്ട് താൻ ജോൺസിനെതിരെ നിൽക്കുകയാണ്. അത് TKO എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബില്യണേഴ്സിന് വേണ്ടിയിട്ടോ അല്ല, ഈ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ നിനക്കെതിരെ നിൽക്കുകയാണ്. നീ നിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നീയല്ല, നീ മാറണം, നീ പഴയതുപോലെ ആകണം. ഈ ചാമ്പ്യൻഷിപ്പ് കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് നീ ഇപ്പോൾ ഒരു മോൺസ്റ്ററായി മാറിയിട്ടുള്ളത്. ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കയ്യിൽ കിട്ടിയാൽ ഞാനും ചിലപ്പോൾ അങ്ങനെയായി തീരും. പക്ഷേ നിന്നെപ്പോലെ ഇത്രയും ദ്രോഹം ചെയ്യുന്ന ഒരു ആളായിട്ട് ഞാൻ ഒരിക്കലും മാറില്ല എന്നുള്ളതൊക്കെ പങ്ക് പറഞ്ഞ് അവസാനം നൈറ്റ് ഓഫ് ചാമ്പ്യൻസിലേക്ക് ഇരുവരും തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം റോ എപ്പിസോഡിന് ഇടയിലൂടെ ഔദ്യോഗികമായി കൺഫേം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ജോൺസിനയുടെ ടൈറ്റിൽ റണ്ണിന് CM പങ്ക് ഒരു അവസാനം കുറിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ പ്രഡിക്ഷൻ ജോൺസിനെ തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യും എന്നാണ്. പക്ഷേ അതൊരു ക്ലീൻ ആയിട്ടുള്ള പരാജയം CM പങ്കിനെ സമ്മാനിക്കില്ല. കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന വീഡിയോയിൽ പങ്കുവെക്കാം. 4ാമത്തെ അപ്ഡേറ്റ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡിലൂടെ ആരംഭം കുറിച്ച ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിലെ ആദ്യ റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ റോക്സിനി പെരസ് വിജയിച്ച് സെമി ഫൈനലിലേക്ക് അഡ്വാൻസ് ചെയ്യപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോക്സിനി പെരസിനെ കൂടാതെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ലിവ് മോർഗൻ, റിയ റിപ്ലി, കൈറി സെയിൻ തുടങ്ങിയവരായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ ഉടനീളം റോക്സിനി പെരസും ലിവ് മോർഗനും ടീം ആയിട്ട് തന്നെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ള അവസരം റോക്സിനി പെരസ് യൂസ് ചെയ്തു. ഒരു ഫിനിഷർ, എൽബോ ഫിനിഷർ അടിച്ച് ലിവ് മോർഗനെ കൈറി സെയിൻ പിൻ ചെയ്യുന്ന സമയത്ത് റോക്സിനി പെരസ് നല്ലൊരു കിടിലൻ മൂവോട് കൂടിയിട്ട് അതിനെ കൗണ്ടർ ചെയ്ത് പിൻഫോളിലൂടെ വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇരുവരും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകും എന്നുള്ള രീതിയിലൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് ജഡ്ജ്മെൻറ്റ് ഡേയുടെ ക്ലബ് ഹൗസിൻ്റെ ഉള്ളിൽ പിന്നീട് നടന്നു എന്നുണ്ടെങ്കിലും അത് വലിയൊരു ഫൈറ്റിലേക്ക് എത്തിയില്ല. ലിവ് മോർഗൻ റോക്സിനി പെരസിന് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 3ാമത്തെ അപ്ഡേറ്റ് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ ആദ്യ റൗണ്ടിലെ ആദ്യ മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൽ സാമി സെയിൻ ആണ് വിജയിച്ചത്. ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ഡൊമിനിക് മിസ്റ്റീരിയോ, പെൻഡ, ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവരായിരുന്നു ഈ ഫേറ്റൽ ഫോർവേ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ബ്രോൺ ബ്രേക്കർ കത്തി നിന്നിരുന്ന ഒരു മത്സരം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു മത്സരമായിരുന്നു. ഈ മത്സരത്തിൽ കൂടുതൽ സമയവും ഡൊമിനേറ്റ് ചെയ്തു നിന്നത് ബ്രോൺ ബ്രേക്കർ ആയിരുന്നു. പക്ഷേ LA നൈറ്റിൻ്റെ സർപ്രൈസ് ഇൻ്റർഫിയറൻസ് ബ്രോൺ ബ്രേക്കറിനെ ഫിനിഷർ അടിച്ചുകൊണ്ട് ആക്രമിച്ചു പോയത് അത് ബ്രോൺ ബ്രേക്കർ പരാജയപ്പെടുന്നതിലേക്ക് നയിച്ചു. ഈ അവസരം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ഡൊമിനിക്കിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് സാമി ഫേറ്റൽ ഫോർവേ മത്സരത്തിൽ വിജയിച്ച് സെമി ഫൈനലിലേക്ക് അഡ്വാൻസ് ചെയ്യപ്പെടുന്നതാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. 5ാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ബെയ്ലിയുടെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ പുതിയ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ചിൻ്റെ ഒരു സെഗ്മെൻറ്റ് കാണാൻ സാധിക്കുകയുണ്ടായി. ബെക്കി ലഞ്ച് ലൈറ വാൽക്കിരിയെ പരാജയപ്പെടുത്തി ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതും ലൈറ വാൽക്കിരിയ മത്സരശേഷം തൻ്റെ കൈ ഉയർത്തിപ്പിടിച്ചത് വളരെ അഗ്രസീവായിട്ടാണെന്നും അത് തൻ്റെ കൈ ഡിസ്ലൊക്കേറ്റ് ചെയ്തു എന്നും തൻ്റെ കൈക്ക് വയ്യാത്തത് കൊണ്ടാണ് താൻ തൻ്റെ അരയിൽ ആ ഒരു ടൈറ്റിൽ കെട്ടിത്തരാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ലൈറ വാൽക്കിരിയ ഇത്രയും അഗ്രസീവായിട്ടുള്ള ഒരു റെസ്ലറാണ്, താരം തന്നെ കൊല്ലാൻ വരെ നോക്കിയെന്നൊക്കെ പറഞ്ഞ് ബെക്കി ലഞ്ച് ലൈറ വാൽക്കിരിയെ അങ്ങനെ മോശമാക്കി കാണിച്ചു. എന്നിട്ട് ലൈറയോട് റിങ്ങിലേക്ക് വന്ന് മാപ്പ് പറയാനും കൈ ഉയർത്തിപ്പിടിക്കാനും ആവശ്യപ്പെടുന്നു. അങ്ങോട്ടേക്ക് ലൈറ വരുന്നു. ഇതേ സമയത്ത് ബെക്കി ലഞ്ചിനെ പിറകിലൂടെ വന്ന ബെയ്ലി ആക്രമിച്ചു.
ആക്രമിക്കുന്നുണ്ട്. ബെക്കിയുടെ തിരിച്ചുവരവിൻ്റെ ആ സെഗ്മെൻറ്റുകൾക്കിടയിൽ റസൽമീനിയ 41 ശേഷം ബെക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെയ്ലി എന്ന താരത്തെ ബാക്ക് സ്റ്റേജിൽ വെച്ച് ആക്രമിച്ചത് താനായിരുന്നു, അത് ലൈറ വാൽക്കിരിക്കെതിരെയുള്ള ഒരു സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു തിരിച്ചടിയാണ് ബെയ്ലിയുടെ ഒരു തിരിച്ചുവരവിൽ ബെക്കി ലഞ്ചിനെതിരെ ബെയ്ലി കാഴ്ചവെച്ചിരിക്കുന്ന ഒരു ആക്രമണം എന്ന് പറയുന്നത്. ലൈറ വാൽക്കീരിയ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബെയ്ലി വേഴ്സസ് ബെക്കി സ്റ്റോറി അതൊരു ട്രിപ്പിൾ ത്രെറ്റ് സ്റ്റോറിയായി മാറാനും സാധ്യതകളുണ്ട്. എന്തായാലും വുമൻസ് ഡിവിഷൻ്റെ മിഡ് കാർഡ് നല്ല രീതിയിൽ ഇപ്പോൾ നല്ല സ്റ്റോറി ലൈനിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇങ്ങനെ കത്തിച്ച് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. ആറാമത്തെ അപ്ഡേറ്റ് R-Truth എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ക്യാരക്ടറിൽ വന്നിരിക്കുന്ന വമ്പൻ മാറ്റത്തെ സംബന്ധിച്ചാണ്. R-Truthൻ്റെ സെഗ്മെൻറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് മണിക്കൂറുകൾക്ക് മുൻപേ WWE സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ട്രൂത്ത് വന്നിട്ട് ജോൺസണെതിരെ നിൽക്കുന്ന ഒരു സെഗ്മെൻറ്റൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ട്രൂത്ത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് റോ എപ്പിസോഡിൽ നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്. ട്രൂത്ത് വന്നിട്ട് അദ്ദേഹത്തെ ഇനി റോൺ കില്ലിങ്സ് എന്ന യഥാർത്ഥ പേരിലൂടെയാണ് അറിയപ്പെടാൻ പോകുന്നത് എന്നും ട്രൂത്തിൻ്റെ പഴയ ആ ഒരു ഗിമ്മിക്ക് എന്ന് പറയുന്നത് കോമഡി ലെവലിൽ വളരെ ഫൂളായി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആകുന്നു. അതിൽ നിന്ന് മാറി താൻ സീരിയസ് ഉള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും ഇനി അങ്ങോട്ട് എന്നുള്ളതും ട്രൂത്ത് പറയുന്നുണ്ട്. അപ്പോൾ റോൺ കില്ലിങ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ TNA റെസ്ലിങ്ങിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിലേക്ക് താരം തിരികെ പോകുകയാണെന്നും അതിൽ തൻ്റെ ക്യാരക്ടറിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രൂത്ത് വളർത്തിയിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മുടി ലൈവായി റോ എപ്പിസോഡിൽ തന്നെ മുറിച്ചു കളയുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ റോൺ കില്ലിങ്സ് എന്ന പേരിൽ മെർച്ചൻഡൈസുകൾ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ റോൺ കില്ലിങ്സ് ട്രൂത്തിൻ്റെ ക്യാരക്ടറിനെ സംബന്ധിച്ച് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എന്നുള്ളത് ട്രൂത്ത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രൂത്തിൻ്റെ ആദ്യ സ്റ്റോറി സീനയ്ക്കെതിരെയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ സീനയുടെ നെക്സ്റ്റ് സ്റ്റോറി പങ്കിനെതിരെയാണ്. അപ്പോൾ ട്രൂത്തിൻ്റെ ആദ്യ എതിരാളിയായി അവർ ഇനി കാണിക്കാൻ പോകുന്നത് സീനയെ ആണെങ്കിൽ അത് ഇനി കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞാലാണ് ആ ഒരു സ്റ്റോറി ആരംഭം കുറിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ക്യാരക്ടർ ചേഞ്ചിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സീന വേഴ്സസ് ട്രൂത്ത് സ്റ്റോറിക്ക് ഇനി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏഴാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഹോൾ ഓഫ് ഫെയിമറായ നിക്കി ബെല്ലയുടെ ഇന്നത്തെ റോ എപ്പിസോഡിലെ മോസ്റ്റ് ഹൈപ്പ് കൊടുത്തിട്ടുള്ള തിരിച്ചറിവിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് പോയിന്റുകളാണ്. അതിൽ ഒന്നാമത്തേത് എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നിക്കി ബെല്ല മത്സരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. രണ്ടാമത്തേത് താരത്തിൻ്റെ എതിരാളി വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ലിവ് മോർഗൻ ആയിരിക്കും എന്നുള്ളതും കൺഫേം ആയിട്ടുണ്ട്. എവല്യൂഷനിൽ മാത്രമല്ല തുടർന്ന് വരുന്ന സമ്മർ സ്ലാമിലും നിക്കി ബെല്ല മത്സരിക്കാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ മിക്കവാറും വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കാനും സാധ്യതകൾ കൂടുതലാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ നിക്കി ബെല്ലയുടെ ആ ഒരു സെഗ്മെൻറ്റിൽ നിക്കി ബെല്ല പറയുന്നത് താൻ വിട്ടിട്ട് പോയ വുമൻസ് ഡിവിഷനിൽ ഇപ്പോൾ കുറേയധികം ടോപ്പ് സ്റ്റാർസ് ഉണ്ട്, അവരൊക്കെ ഞങ്ങളെപ്പോലെ കത്തി നിൽക്കുന്ന റെസ്ലേഴ്സാണ്. അങ്ങനെ ഓരോ റെസ്ലേഴ്സിൻ്റെ പേരും എടുത്തു പറയുന്നു. അവിടെ ലിവ് മോർഗൻ്റെ പേര് പറഞ്ഞില്ല എന്നിട്ടാണ് ലിവ് മോർഗൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ലിവ് മോർഗൻ പറയുന്നുണ്ട് നിക്കി ബെല്ലയ്ക്ക് അസൂയാണ് താൻ വലിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചതിനും ഡൊമിനിക്കിനെ പോലെയുള്ള ഒരു പയ്യനെ തൻ്റെ കൂടെ നിർത്തിയതിനും. അപ്പോൾ നിക്കി ബെല്ല തിരിച്ചു ചോദിക്കുന്നുണ്ട് ഡൊമിനിക്ക് നിൻ്റെയാണോ റോക്സിനി പെരസിൻ്റെയാണോ? അതിലെ ഒരു സംശയം ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ എന്നുള്ളത്. തുടർന്ന് നിക്കി ബെല്ലയെ കൃത്യമായിട്ടുള്ളൊരു അവസരത്തിൽ ഫിനിഷർ അടിച്ച് ലിവ് മോർഗൻ ആക്രമിക്കുന്നതും നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിൻ്റെ അവസാനം കാണാൻ സാധിച്ചു. അപ്പോൾ ഇരുവരും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ് എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ മിക്കവാറും ജൂലൈ മാസത്തിൽ അവർ നടത്താൻ പോകുന്നത്. ബിൽഡപ്പ് നല്ല കൃത്യമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. നിക്കി ബെല്ല വേഴ്സസ് ലിവ് മോർഗൻ സ്റ്റോറി നിങ്ങൾക്ക് എത്രത്തോളം ഒരു ആകാംക്ഷയുള്ള സ്റ്റോറിയാണ്, ആ സ്റ്റോറിയിൽ ആരാണ് വിജയിക്കാൻ സാധ്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഗുന്തർ എന്ന് പറയുന്ന റെസ്ലർ ജെ ഉസോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ജെ ഉസോയ്ക്ക് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകാനുള്ള യാതൊരുവിധ അർഹതയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ക്രൗഡ് WWE ക്രിയേറ്റീവ് ടീമും മാനേജ്മെൻറ്റും പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ രീതിയിൽ ജെ ഉസോയ്ക്ക് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്റ്റേഡിയത്തിൽ വരുന്ന ആ ഒരു എൻട്രൻസ് സമയത്ത് മാത്രമല്ല, ജെ ഉസോയുടെ മെർച്ചൻഡൈസുകൾ എണ്ണം പറഞ്ഞതിൽ അധികം വിറ്റഴിഞ്ഞു പോയിട്ടുണ്ട്. അതായത് അവർക്ക് പ്രതീക്ഷിച്ചതിൽ അധികം വിറ്റഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ജെ ഉസോയെ വേൾഡ് ചാമ്പ്യൻ ആക്കിയിട്ട് ഒരു ബ്രാൻഡിൻ്റെ മുഖമായി നിർത്തിയാൽ കമ്പനിക്ക് വരുമാനം കൂടുകയേ ഉള്ളൂ. അത് മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ജെ ഉസോയെ ചാമ്പ്യൻ ആക്കിയത്. അതിലുപരി മറ്റൊന്നും ജെ ഉസോയെ ചാമ്പ്യൻ ആക്കിയതിൽ കാരണങ്ങൾ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ആ ഒരു ക്രൗഡിന് വേണ്ടിയിട്ട് ചാമ്പ്യനായി നിന്നിരുന്ന ജെ ഉസോയുടെ ഒരു സമയം, അവർ കൊടുത്തിരുന്ന ഒരു സമയം അവസാനിച്ചു. അതുകൊണ്ടാണ് ഗുന്തറിലേക്ക് തന്നെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് തിരികെ വരുന്നതായി നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഗുന്തർ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വീണ്ടെടുത്തതിന് വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരാധകരെല്ലാം ജെ ഉസോയുടെ ടൈറ്റിൽ റൺ കണ്ട് മടുത്തു തുടങ്ങിയിട്ടുണ്ട്. വെറും 51 ദിവസമേ താരത്തിന്
ചാമ്പ്യൻഷിപ്പ് കയ്യിൽ വെക്കാൻ സാധിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ആളുകൾക്ക് ജെ ഊസോയെ വേൾഡ് ചാമ്പ്യൻ ആയിട്ട് കാണാൻ യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല. ജെ ഊസോ ഗിന്തറിനെ റസൽമീനിയയിൽ എങ്ങനെയാണോ പരാജയപ്പെടുത്തിയത് അതേ രീതിയിൽ പാസ് ഔട്ട് ചെയ്യിപ്പിച്ചിട്ട് തന്നെ ജെ ഊസോയെ ഗിന്തർ പരാജയപ്പെടുത്തുന്നതിലൂടെ ആ ഒരു പ്രതികാരം കൃത്യമായി വീട്ടാൻ ഗിന്തറിന് സാധിച്ചിട്ടുണ്ട്. ജെ ഊസോ റോ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള ഒരു സെഗ്മെൻറ്റിൽ താൻ ഇനിയും ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഗിന്തർ എന്ന് പറയുന്ന റെസ്ലർ എത്രത്തോളം മികച്ചതാണ് എന്നുള്ളതും ജെ ഊസോ അവിടെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണികൾക്ക് വേണ്ടി ജെ ഊസോയെ ചാമ്പ്യനാക്കി. അത് ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഗിന്തറിനെ പിന്നെയും ചാമ്പ്യനാക്കി. അതിലുപരി മറ്റൊന്നും ഞാൻ ഇപ്പോൾ ഗിന്തർ വിജയിച്ചതിനെ സംബന്ധിച്ചുള്ള ഒരു കാരണമായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഗിന്തർ പുതിയ ചാമ്പ്യൻ ആയതിനെ സംബന്ധിച്ച്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.